السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ എന്നാൽ അത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന കാര്യങ്ങളും അത് കാണാതെ പഠിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന കാര്യങ്ങളുമൊക്കെ ഞാൻ ചുരുക്കി പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് മഹാനായ തഴവ ഉസ്താദിൻ്റെ ബൈത്തിലൂടെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവർക്കുള്ള വലിയ പ്രതിഫലം, ആ അസ്മാഉൽ ഹുസ്നയുടെ പവർ എത്രമാത്രമാണെന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ചില വരികളാണ് ഇത് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. തീർച്ചയായും അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ തീർച്ചയായും ഈ ക്ലാസ് പൂർണ്ണമായും കേട്ടിരിക്കണം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ തീർച്ചയായും ഈ ക്ലാസ് കേട്ടിരിക്കണം. കാരണം അള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അസ്മാഉൽ ഹുസ്ന ചൊല്ലും, അത് ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം എന്താണ്? അത് നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം എന്താണ്? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ കറക്റ്റായി നിർവഹിക്കുക എന്നതുപോലെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസ്മാഉൽ ഹുസ്നയുടെ ആ പ്രത്യേകതകൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും അവൻ എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലുക തന്നെ ചെയ്യും. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലി ദുആ ഇറക്കണം. കാരണം ദുആയ്ക്ക് ഇജാബത്തുള്ളതാണ്, ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ് അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ വരികളിലേക്ക് ഞാൻ കടക്കുകയാണ്, കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് പൂർണ്ണമായി നിങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം. എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന പതിവാക്കുകയും ദുആ ഇറക്കുകയും ചെയ്യണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ദുആ ഇറക്കുമ്പോൾ എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണമെന്നും വസിയത്ത് ചെയ്യുന്നു. 99 പേര് റബ്ബിനുള്ളതാ, അസ്മാഉൽ ഹുസ്ന ഹദീസിൽ വന്നതാ. അള്ളാഹുവിൻ്റെ ആ പേരുകൾ 99 എന്ന് പ്രബലമായ അഭിപ്രായ പ്രകാരം മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ 101 ആണ് എന്നും അഭിപ്രായമുണ്ട്. എന്നാൽ പ്രബലമായ അഭിപ്രായ പ്രകാരം 99 എന്നാണ്. ആ 99 പേരുകൾ അസ്മാഉൽ ഹുസ്ന എന്നാണ് അറിയപ്പെടുന്നത്. കാണാതൊരാൾ പഠിക്കുന്നു എന്നാൽ പേരിത്, സ്വർഗത്തിലാണവനും ഹദീസിൽ ഉണ്ടിത്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ കാണാതെ പഠിച്ചാൽ യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, യാ മലിക്കു യാ ഖുദ്ദൂസ് യാ സലാമു യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാറു എന്ന് തുടങ്ങുന്ന 99 പേരുകൾ ആരെങ്കിലും അങ്ങ് കാണാതെ പഠിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ അതിൻ്റെ ആ പ്രത്യേകത തന്നെ, ആ അസ്മാഉൽ ഹുസ്നയുടെ പവർ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത് കാണാതെ പഠിച്ച ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് അത് കൊണ്ടുപോവുകയാണ്. അത്രയ്ക്ക് വലിയ പവറാണ് അള്ളാഹിൻ്റെ പേരിന്. അതുകൊണ്ട് എല്ലാവരും കാണാതെ പഠിക്കണം. ഇതിനുള്ള ശ്രേഷ്ഠതയിൽ ഹദീസും ഞാനിതാ പറയുന്നതും കേട്ടിട്ടമൽ ചെയ്യേണ്ടതാ. അസ്മാഉൽ ഹുസ്നയുടെ ഒരു പ്രത്യേകതയാണ് ശേഷം പറയാൻ പോകുന്നത്. അത് കേട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ധാരാളം അസ്മാഉൽ ഹുസ്ന ചൊല്ലണം, അത് കാണാതെ പഠിക്കണം. അല്ലാഹു ജല്ല ജലാലവൻ മലക്കൊന്നിനെ പടച്ചിട്ടുമുണ്ടതു കേൾക്ക് രൂപം എങ്ങനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കോടിക്കണക്കിന് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളവനാണ്. മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഒരാൾക്കും മലക്കുകളുടെ എണ്ണം അറിയുകയില്ല. കാരണം കോടാനകോടി മലക്കുകളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ഒരു മലക്കിനെ പ്രത്യേകമായി സൃഷ്ടിച്ചിരിക്കുന്നു. ആ മലക്കിൻ്റെ രൂപം എങ്ങനെയാണ്? അള്ളാഹു സൃഷ്ടിച്ച ഈ പ്രത്യേകമായ ഈ മലക്കിൻ്റെ രൂപം എങ്ങനെയാണ്? അതാ അല്ലാഹു ജല്ല ജലാലവൻ മലക്കൊന്നിനെ പടച്ചിട്ടുമുണ്ടത് കേൾക്ക് രൂപം എങ്ങനെ. അവർക്കുള്ള തലയും 1000 എന്നുണ്ട്, ഓരോരോ തലയിൽ 1000 മുഖമുണ്ട്. അള്ളാഹു സൃഷ്ടിച്ച ആ മലക്കിന് 1000 തലയുണ്ട്. തല 1000. അപ്പം 1000 തലയുള്ള ഒരു മലക്കിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹുവിന് അതിന് കഴിയും. അള്ളാഹുവിന് കഴിയാത്തതായി ഒന്നുമില്ല.
അള്ളാഹുവിന് കഴിയാത്തതായി ഒന്നുമില്ല. അപ്പോൾ അള്ളാഹുവിന് കഴിയും. അള്ളാഹു 1000 തലയുള്ള ഒരു മലക്കിനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ മലക്കിൻ്റെ ബാക്കിയുള്ള രൂപം എങ്ങനെയാണ്? ഓരോരോ തലയിൽ 1000 മുഖമുണ്ട്. അപ്പോൾ 1000 തലയുള്ള ഒരു മലക്ക്, ആ ഓരോ തലയിലും 1000 മുഖം. അതൊക്കെ നമ്മൾ സങ്കല്പിക്കുക. കാരണം അത് അള്ളാഹുവിന് കഴിയുന്ന കാര്യങ്ങളാണെല്ലാം. അങ്ങനെ ഒരു രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ കണ്ടിട്ടില്ലാത്തതൊന്നും ഇല്ലെന്നാണോ? കറണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആസ്വദിക്കുന്നില്ലേ കറണ്ട് ഉണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നില്ലേ? കറണ്ടിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ കാണാത്തതെല്ലാം ഇല്ല എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അള്ളാഹു ഉണ്ട് എന്നതിന് പ്രപഞ്ചം തന്നെ തെളിവാണ്. അതുകൊണ്ട് നമ്മൾ കാണാത്തതൊക്കെ ഇല്ലാത്തതാണ് എന്ന് പറയാൻ പാടില്ല. നോക്കൂ, അള്ളാഹുവിന് ഇതെല്ലാം കഴിയുന്നതാണ്. ഈ ലോകത്തുള്ള സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ അള്ളാഹുവിന് ഒരു മലക്കിനെ സൃഷ്ടിക്കാനും അതിന് 1000 തല ഉള്ള ഒരു മലക്കിനെ സൃഷ്ടിക്കാനും ഓരോ തലയിലും 1000 മുഖം, ഓരോ തലയിലും 1000 മുഖം, എന്നിട്ടോ ഓരോരോ മുഖമിൽ 1000 വായുണ്ട്. ഒരു തലയിൽ 1000 മുഖം, അതിൽ ഓരോ വായിലും 1000 നാവ്, ഓരോ വായിലും 1000 നാവ്. കോടിക്കണക്കിന് വരും. കൂട്ടി നോക്കുമ്പോൾ ഓരോരോ വായിൽ നാക്കുമായിരമുണ്ട്, ഓരോരോ മുഖമിൽ 1000 വായുണ്ട്, ഓരോരോ വായിൽ നാക്കുമായിരമുണ്ട്. ഓരോ വായിലും 1000 നാവ് വീതം. നാവ് 1000 നാവാണ് ഓരോ വായിലുമുള്ളത്. അപ്പോൾ അവർക്ക് നീ നോക്ക് നാക്കിൻ്റെ എണ്ണവും കോടിക്കണക്കിനുമുണ്ട് കൂട്ടു നീ കൃത്യവും. അപ്പോൾ കൂട്ടി നോക്കുമ്പോൾ കോടിക്കണക്കിന് നാവുണ്ടാകും. അങ്ങനെ എന്തിനാണ് അള്ളാഹ് ഈ മലക്കിനെ സൃഷ്ടിച്ചത്? ഇങ്ങനത്തെ രൂപത്തിലുള്ള ഒരു മലക്കിനെ എന്തിനാണ് സൃഷ്ടിച്ചത്? ഈ നാക്ക് കൊണ്ട് നിരന്തരം റബ്ബിന് തസ്ബീഹ് ചെയ്യും ജോലിയാ മലക്കിന്. ഒരു 1000 തലയുള്ള മലക്ക്, ഓരോ തലയിലും 1000 മുഖം, ഓരോ മുഖത്തും 1000 നാവ്, 1000 വായ, ഓരോ വായിലും 1000 നാവ്. കൂട്ടിനോക്ക്, കോടിക്കണക്കിന് നാവുണ്ടാകും ആ മലക്കിന്. ആ മലക്ക് ഈ കോടിക്കണക്കിന് വരുന്ന നാവ് ഉപയോഗിച്ച് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ് ഈ മലക്കിൻ്റെ പണി. എന്നിട്ടോ ഈ മലക്ക് മിണ്ടാതിരിക്കുന്നില്ല. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ചോദിച്ചു ആ മലക്കും ഇലാഹോടദബിലും നിനക്കുണ്ടോ ആബിദ് ശ്രേഷ്ഠമായവരെന്നിലും. വളരെ അദബോടെ ബഹുമാനത്തോടെ അള്ളാഹുവിനോട് സന്തോഷപൂർവം ഈ മലക്ക് ചോദിക്കുകയാണ്, അല്ലയോ അള്ളാഹുവേ, ഇങ്ങനെ കോടിക്കണക്കിന് നാവ് ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഓരോ സെക്കൻഡിലും തസ്ബീഹുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എന്നേക്കാൾ വലിയ ഒരു ആബിദായ മനുഷ്യൻ, ഒരു ആബിദായ സൃഷ്ടി നിനക്കുണ്ടോ അല്ലാഹ്? എന്നേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആരെങ്കിലും നിനക്കുണ്ടോ എന്ന് കിബർ കൊണ്ട് ചോദിച്ചതല്ല, അതബോടെ ആ മനസ്സിലെ സന്തോഷം കൊണ്ട് ചോദിച്ചതാണ്. മലക്ക് ചോദിച്ചു, അല്ലയോ അള്ളാഹുവേ, ഈ ഓരോ വായിലും 1000 നാവ് വീതമുള്ള കോടിക്കണക്കിനായ നാവുകൾ ഉപയോഗിച്ച് അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന മലക്ക്, ആ മലക്കിനേക്കാൾ അത് ഒരു ദിവസം ഒരു വട്ടമല്ല ചൊല്ലുന്നത്, ഓരോ സെക്കൻഡിലും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ മലക്കിനേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആരെങ്കിലും നിന്റെ സൃഷ്ടികളിലുണ്ടോ അല്ലാഹ് എന്ന് അള്ളാഹുവിനോട് ആ മലക്കങ്ങ് ചോദിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുകയാണ്, ആദം നബി അവർക്കുള്ള മക്കളിൽ നിന്നൊരാൾ ചെയ്യുന്നതാണേ നിങ്ങളെക്കാൾ അമലുകൾ. നമ്മളെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്. ഉണ്ട് മലക്കേ, നിന്നേക്കാൾ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്, നിന്നേക്കാൾ ആബിദായ മനുഷ്യനുണ്ട്. ആരാണത്? അത് ആദം നബിയുടെ സന്തതികളാണ്, ആദം നബിയുടെ മക്കളാണ്. ആദം നബിയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളല്ല, നമ്മളൊക്കെ ആദം നബിയുടെ മക്കളാണ്, നമ്മളെല്ലാം ആദം നബിയുടെ മക്കളാണ്. നമ്മുടെ വാപ്പയാണ് ആദം നബി, നമ്മുടെ ഉമ്മയാണ് ഹവ്വാ ബീവി. അതാ ആദം നബി അവർക്കുള്ള മക്കളിൽ നിന്നൊരാൾ ചെയ്യുന്നതാണ് നിങ്ങളെക്കാൾ അമലുകൾ.
അപ്പോൾ മലക്ക് ചോദിച്ചു, ആരാണത്? അതറിയണമല്ലോ. ആരാണ് റബ്ബേ? ആ മഹാൻ ഞാൻ ചെന്ന് കാണാൻ എനിക്ക് അനുവാദവും തായിന്ന്. ആരാണ് റബ്ബേ ആ മഹാൻ? എന്നേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ, മലക്കാകുന്ന എന്നേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് കാണണം അല്ലാ, എനിക്കതിനൊന്ന് ഭാഗ്യം തരണേ അല്ലാ, എനിക്ക് ആ മനുഷ്യനൊന്ന് കാണണമെന്ന് ഈ മലക്ക് പറയുമ്പോ അനുവാദവും വാങ്ങിച്ചു കൊണ്ടിറങ്ങുന്നതായി തമ്മിൽ പരസ്പരം കണ്ട് സന്തോഷത്തിലായി. വെറും ഫർളിനേക്കാൾ കൂടുതൽ യാതൊന്നും മലക്കന്ന് കണ്ടില്ലേ മഹാനിൽ നിന്നും. അതാ ആ മലക്ക് ഈ മനുഷ്യരെ കാണാൻ വേണ്ടി അനുവാദം ചോദിച്ചിട്ട് വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതം കൊടുക്കുകയാണ്. ആ മനുഷ്യന്റെ സമീപത്ത് എന്ന് മലക്ക് അതാ നോക്കുമ്പോൾ ഈ മനുഷ്യൻ അതാ ഫർളായ ഇബാദത്തിനേക്കാൾ കൂടുതലായി, വലിയ ഒരുപാട് കൂടുതലായി സുന്നത്തായ ഇബാദത്തുകളൊന്നും ചെയ്യുന്നത് കാണുന്നില്ല. ഫർളിനേക്കാൾ കൂടുതലായി യാതൊന്നും കാണുന്നില്ല. മലക്കിനൊന്നും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം എന്നേക്കാൾ വലിയ പവർ ഉള്ളവനാണെന്ന് പറഞ്ഞത്? എന്നേക്കാൾ ഇബാദത്തുള്ള ഒരു മനുഷ്യരാണെന്ന് പറയാൻ കാരണം എന്താണ്? അപ്പോൾ മലക്കവർ ചോദ്യമായവരോട്, എന്തുണ്ട് ഇതുകൂടാതെ പറ എന്നോട്. അങ്ങനെ അവസാനം മലക്ക് ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, നീ ചെയ്യുന്ന ഈ ഫർളായ ഇബാദത്തുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇതല്ലാതെ എന്ത് ഇബാദത്താണ് നീ ചെയ്യുന്നത്? കാരണം എന്നേക്കാൾ വലിയ പവർ നിനക്കാണെന്ന് അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് നീ ചെയ്യുന്ന ഇബാദത്ത് എന്താണ്? ആ ഇബാദത്ത് എന്താണെന്ന് നീ ഒന്ന് പറഞ്ഞു തരണമെന്ന് അതാ ഈ മലക്ക് ആ മനുഷ്യനോട് പറയുമ്പോ അതാ നോക്കൂ എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, സുബൈക്ക് ശേഷം ചൊല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്ന വെറും 10 എണ്ണവും. ഇത് ഇബ്നു ഹിബ്ബാൻ തുർമുദി റിപ്പോർട്ടും ചെയ്തിട്ടുമുണ്ടേ, ഹാക്കിമിന് സപ്പോർട്ടും. അതാ നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ഈ കാര്യം രേഖപ്പെടുത്തിയതാണ്. ഇത് വെറുതെ പറഞ്ഞതല്ല, അതേ ഹദീസിലുള്ള കാര്യമാണ്, ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതാ നോക്കൂ, ഈ മലക്കിനേക്കാൾ അതാ ഈ കോടിക്കണക്കിനായ നാവ് ഉപയോഗിച്ച് തസ്ബീഹ് ചൊല്ലുന്ന മലക്കിനേക്കാൾ കൂടുതൽ പവറുള്ള ഈ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്ത് എന്താണ്? അതാ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ചൊല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്ന വെറും 10 എണ്ണവും. 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലും, ആദ്യം മുതൽ അവസാനം വരെ. അല്ല 10 പേരുകൾ മാത്രമല്ല, ആദ്യം മുതൽ അവസാനം വരെ ഒരു പ്രാവശ്യം. അങ്ങനെ 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന പൂർണ്ണമായും 10 പ്രാവശ്യം സുബഹിക്ക് ശേഷം ചൊല്ലിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മലക്കുണ്ടല്ലോ, കോടിക്കണക്കിനായ നാവ് ഉപയോഗിച്ച് ഓരോ സെക്കൻഡുകളിലും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മലക്കിനേക്കാൾ കൂടുതൽ പവറാണ് സുബഹി നിസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന മനുഷ്യന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, എത്ര വലിയ പവറാണ്. അതുകൊണ്ട് സുബഹിക്ക് ശേഷം ഒരു 10 പ്രാവശ്യം ചൊല്ലാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് ചൊല്ലുക ഇൻഷാ അല്ലാഹ്. ഇനി അഥവാ ചൊല്ലി നിങ്ങൾക്ക് 10 പ്രാവശ്യം പറ്റിയില്ലെങ്കിൽ രാവിലെ ഒരു സുബഹിക്ക് ശേഷം 1 പ്രാവശ്യം, മഗ്രിബിന് ശേഷം 1 പ്രാവശ്യം നിങ്ങൾ ചൊല്ലി ദുആരക്കണം. പറ്റുന്നവർ രാവിലെ സുബഹിക്ക് ശേഷം 10 പ്രാവശ്യം ചൊല്ലി ദുആരക്കണം. എന്നിട്ട് മഗ്രിബിന് ശേഷം 1 പ്രാവശ്യം ചൊല്ലിയാൽ മതി. സുബഹി നിസ്കരിച്ചതിന് ശേഷം ഔറാദൊക്കെ ബാക്കിയുള്ള ഔറാദുകളൊക്കെ ചൊല്ലിയിട്ട് നിങ്ങൾ ചെയ്യണം. അവിടെ ഇരുന്ന് സുബഹി നിസ്കാരത്തെ ദുആ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആരക്കാൻ നോക്കുക. ഇൻഷാ അല്ലാഹ് ദുആയ്ക്ക് ഉത്തരവും കിട്ടും. വലിയ പവറാണ് ആ മനുഷ്യൻ, അള്ളാഹിൻ്റെ അടുക്കൽ വലിയ പവറായിരിക്കും. ഒരിക്കലും നരകത്തിൽ പോകൂല. അങ്ങനെ ചൊല്ലുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ പോകൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കണമെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഇത് എത്ര ലാഭമുള്ളതാ,
12 മിനിറ്റിൽ 10 തീർക്കാവുന്നതാ. തടസ്സ പറയാണ്, നിങ്ങൾ വെറും 12 മിനിറ്റ് ഉണ്ടെങ്കിൽ 12 പോട്ടെ, നമ്മൾ കുറച്ചുകൂടെ സ്പീഡ് കുറച്ചാൽ 15 മിനിറ്റ് അപ്പുറം പോകില്ലല്ലോ. ഒരു 15 മിനിറ്റ് ദിവസവും ചിലവഴിച്ചാൽ എന്താ നമുക്ക് കിട്ടുന്ന പവർ? ഈ കോടിക്കണക്കിന് നാവ് ഉപയോഗിച്ച് ഓരോ സെക്കൻഡുകളിലും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മലക്ക്, ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ഖിയാമത്ത് നാൾ വരെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ മലക്കിനേക്കാൾ പവറാണ് എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു 12 മിനിറ്റ് ചിലവാക്കുന്നവർ. കണ്ടോ? എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു 12 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ചിലവാക്കുന്ന വ്യക്തിക്ക് 12 മിനിറ്റ് തന്നെ മതി. കാരണം അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ സ്പീഡ് ചെല്ലാൻ പറ്റും. കണ്ട് നമ്മൾ കുറച്ച് ദിവസം കൂടി ചെല്ലുമ്പോൾ 12 മിനിറ്റ് മതി. അപ്പോൾ 12 മിനിറ്റ് കൊണ്ട് 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ പറ്റും. ആ അസ്മാഉൽ ഹുസ്ന ഇൻഷാ അല്ലാഹ് അത് എല്ലാവരും സുബഹിക്ക് ശേഷം ഒരു 10 പ്രാവശ്യം ചെല്ലണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതാ 12 മിനിറ്റിൽ 10 തീർക്കാവുന്നതാ. മിസ്ബാഹിലുണ്ട് ഇത് നോക്ക്, 1-ാം ഭാഗമിൽ 145 പേജും കൃത്യമിൽ. ഇത് വെറുതെ പറയുന്നതല്ല, കിതാബുകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ്. മുടങ്ങാതെ നിന്റെ അസ്മാക്കളോതാൻ ഞങ്ങളിൽ തൗഫീഖ് താ നീ യാ ഇലാഹി നിത്യമിൽ. ഗുണം ചെയ്യണേ നബിക്കും സഹാബത്താലിനും നിന്നോട് ചോദിക്കുന്ന കാലം മുഴുവനും. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ അസ്മാഉൽ ഹുസ്ന പതിവാക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഒരിക്കലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരാളും ഇന്നു മുതൽ അസ്മാഉൽ ഹുസ്ന മുടങ്ങാൻ പാടില്ല. 10 പ്രാവശ്യം നിർബന്ധമായിട്ട് ചൊല്ലണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ലെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തുടങ്ങിയിട്ട് പിന്നെ നിർത്തലാക്കി പിന്നെ അതൊന്നും ഇല്ലാതാക്കി പോകരുത്. കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് 10 പ്രാവശ്യം ചൊല്ലുക. ഇനി എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും കഴിയുന്ന ദിവസങ്ങളൊക്കെ ചൊല്ലിക്കോ. ഇനി ഒരു ദിവസം ചൊല്ലിയെന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും ഇനി ചൊല്ലണം, അതുകൊണ്ട് മുടങ്ങിപ്പോകും, ഞാൻ അതുകൊണ്ട് ചൊല്ലുന്നില്ല എന്ന് പറയണ്ട. കഴിയുന്ന ദിവസങ്ങളൊക്കെ 10 പ്രാവശ്യം ചൊല്ലിക്കോ. എല്ലാ ദിവസവും ചൊല്ലണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഒരു 10 പ്രാവശ്യം ചൊല്ലാൻ പറ്റുമെങ്കിൽ അത് ചൊല്ലണം എന്ന് എല്ലാവരോടും പറയുകയാണ്. ഇനി സമയക്കുറവുള്ളവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് നിങ്ങൾ ദുആരക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അത്രയ്ക്ക് വലിയ പവറാണ് അസ്മാഉൽ ഹുസ്ന എന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് ആരും മുടങ്ങരുത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അൽഹംദുലില്ലാ എന്ന് ഇത് കേട്ടവർ, പൂർണ്ണമായും കേട്ടവർ അൽഹംദുലില്ലാ എന്ന് കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ അസ്മാഉൽ ഹുസ്നയൊക്കെ ചൊല്ലിയിട്ട് ദുആരക്കുമ്പോൾ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം ദുആരക്കണമെന്ന് എല്ലാവരോടും, എല്ലാ സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. പിന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. മെസ്സേജ് അയച്ചും വിളിച്ചുമൊക്കെ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ചിലപ്പോൾ പലരും വിളിച്ചപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ കമൻറ്റ് രേഖപ്പെടുത്താറുണ്ട്, വിളിച്ചാൽ എടുക്കൂല എന്ന്. അപ്പോൾ വിളിച്ചെടുക്കാതെ ചിലപ്പോൾ തിരക്കിലായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ എടുത്ത് നോക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ദ്വാരക്കാനാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയാനാണെങ്കിലും ഒക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വിളിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഒരുപാട് നമ്പറുകൾ പിന്നെ വന്ന് കിടക്കുമ്പോൾ തിരിച്ച് വിളിക്കാനും പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അധികവും മെസ്സേജ് അയക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല, മെസ്സേജ് അയക്കാൻ വാട്സാപ്പ് ഇല്ലാത്തവരുണ്ടാകും, അയക്കാൻ അറിയാത്ത ഉമ്മമാരൊക്കെ ഉണ്ടാകും. അവരെ വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ചിലപ്പോൾ ഞാൻ എടുത്തില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ ഒന്നുകൂടെ വിളിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പേരെന്നോട് ദുആരക്കാൻ പറഞ്ഞവർക്കൊക്കെ അവരുടെ എന്തൊക്കെ ആവശ്യങ്ങളാണോ അതെല്ലാം അല്ലാഹു പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പലരും രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടി ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. റഹ്മാനായ റബ്ബി അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ നിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഇത്രയും സമയം ഇവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞത് നിന്റെ പരിശുദ്ധമായ നാമങ്ങൾ അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകതകളാണ്. ആ പറഞ്ഞതിൻ്റെ കാരണത്താൽ, നിന്റെ പരിശുദ്ധമായ നാമങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കാരണത്താൽ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് നഈം വിഷൻ കുടുംബങ്ങൾ, റഹ്മാനായ റബ്ബേ, എൻ്റെ ഈ നഈം വിഷൻ എന്ന ചാനലിലൂടെ വരുന്ന ക്ലാസ്സുകൾ കേൾക്കുകയും പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനെ.
അവരുടെ എല്ലാ രോഗങ്ങളും ഷിഫയാക്കണം റഹ്മാനെ. അവരുടെ ജോലികളിൽ, ബിസിനസ്സുകളിൽ, കുടുംബങ്ങളിലെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.